കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിനേറ്റം യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിനേറ്റം യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുകയാണ്. ഞാനതുകൊണ്ട് ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും.
ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ ഭാഗം നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുകയാണ്. പഴയ നിയമകാലത്ത് നമുക്കറിയാം അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുൻപിൽ അടിമ വ്യക്തിയല്ല, ഒരു സാധനമാണ്. അവൻ അവകാശങ്ങളൊന്നുമില്ല. യജമാനൻ അവനെക്കൊണ്ട് എന്തും ചെയ്യാം. ഞാനത് എടുക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഇതായിരിക്കണം. ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് എപ്പോഴും നിറവേറ്റാനുള്ള ഒരു പരിശ്രമം, അത് നമ്മൾ കർത്താവിനോട് ചോദിക്കണം. കർത്താവേ, നീ ഇവിടെ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഓരോ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവമേ നീ എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുവാനും അത് നിറവേറ്റുവാനും നമ്മൾ കഴിയണം. അതായിരിക്കണം ഒരു ക്രൈസ്തവൻ്റെ വ്യക്തിത്വം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനിവിടെ എൻ്റെ ഒരു ആത്മീയ 75-80 വയസ്സുണ്ട്. സിസ്റ്ററെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നോട് എപ്പോഴും പറയാനുള്ളൊരു കാര്യം ഇതാണ്: ഓരോ അവസരത്തിലും ദൈവമേ നീ ഇപ്പോൾ എന്നോട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് അച്ഛാ ചെയ്യുക. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ കേൾക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് കാര്യമായിട്ടൊന്നും ആ അമ്മയെ നയിക്കുവാനില്ല. കാരണം എല്ലാം ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ആ അമ്മയ്ക്ക്. ഞാനതൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ കൊണ്ടുവരികയാണ്. വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണത്. എല്ലാ നിമിഷങ്ങളിലും കർത്താവിനോട് ചോദിക്കുക. അമ്മ അത് ചോദിക്കുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നത്, അടിമയ്ക്ക് തൻ്റേതായ സമയമില്ല. സമയം മുഴുവനും യജമാനൻ്റേതാണ്. 24 മണിക്കൂറും യജമാനൻ്റേതാണ്. ഇന്ന് നമുക്കറിയാം ഡ്യൂട്ടി ടൈം, സ്പെയർ ടൈം, ഇൻട്രോയിൽ, ഇങ്ങനെയൊക്കെ പല തരത്തിൽ നമ്മുടെ സമയത്തെ തിരിച്ചിട്ടുണ്ട്. അതന്നില്ല. 24 മണിക്കൂറും യജമാനൻ്റേതാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറും യേശുവിൻ്റേതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും ചെയ്യുക. അതാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. 1 കൊരിന്തോസ് 6:20 നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പൗലോസ്ലീഹയുടെ വാക്കുകൾ: നിങ്ങൾ വിലയ്ക്കു വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതാണ് അവിടെ അവതരിപ്പിക്കുക. അപ്പോൾ നമ്മൾ കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അടിമകളെ എങ്ങനെയാണ് വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്? അവിടെ നമുക്ക് നമ്മുടേതായിട്ടൊന്നുമില്ല. 24 മണിക്കൂർ തമ്പുരാൻ്റെതാണ്. അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റുവാനുള്ളതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ വരുമ്പം തമ്പുരാൻ്റേത്, വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ വേറെയാണ്, അല്ലെങ്കിൽ പുറത്ത് ചെല്ലുമ്പോൾ വേറെ ആളാകുന്നു. അങ്ങനെ വരാതെ എൻ്റെ 24 മണിക്കൂർ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ എൻ്റെ ഈശോയുടേതാണ് എന്ന ബോധ്യം നമ്മുടെ ഹൃദയങ്ങൾ പുലർത്തുവാനായി നമുക്ക് കഴിയണം എന്നതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. മൂന്നാമത് നമ്മളിവിടെ കാണുന്നു, ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ മാമോൻ എന്ന പദം ഒരു ഹെബ്രായ വാക്കാണ്. ഇതിൻ്റെ അർത്ഥം നാം ആശ്രയം വയ്ക്കുന്ന ഭൗതിക വസ്തുക്കൾ എന്നാണ്. അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. നമ്മൾ ആശ്രയം വയ്ക്കുന്ന ഭൗതിക വസ്തുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൗതിക വസ്തുക്കളിൽ ദൈവത്തെ പോലെ ആശ്രയം വയ്ക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതും ദൈവാശ്രയവും നടക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയേറെ ആശ്രയം വയ്ക്കും. ചിലർക്ക് ഞാൻ പറയാറുണ്ട്, എബ്രഹാമിന് ഐസക്ക് എന്നതുപോലെ വളരെയേറെ അങ്ങനെ ഐസക്കിനെ വളരെ പ്രായമായിട്ട് കിട്ടിയതായതുകൊണ്ട് ഐസക്കിനെ തൊട്ടുതലോടി തഴുകി ഓമനിച്ച് ഒത്തിരി
അഫെക്ഷൻ, വാത്സല്യം കൊടുത്ത് വളർത്തി. എന്നാൽ കർത്താവ് നമുക്കറിയാം അവിടെയും ഒരു ചെറിയ പരീക്ഷണം ഉണ്ടായി. ആ ഐസക്കിനെ ബലി കഴിക്കുവാൻ പറയുകയാണ്. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ ചില ഭൗതിക വസ്തുക്കൾ, വ്യക്തികളല്ല ഭൗതിക വസ്തുക്കളെ തന്നെ ആശ്രയിക്കും. ചിലർക്ക് കാറാവാം, ചിലർക്ക് അത് അവർ അനുദിനം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാവാം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോന്നാണ്. അതിനോട് വലിയ അറ്റാച്ച്മെൻ്റാണ്, അതവർക്ക് വിട്ടുപിരിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ആശ്രയത്വം അപകടമാണ് എന്ന് തന്നെയാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് ദാതാവിനെ മറന്നിട്ട് ദാനത്തിലേക്ക് പ്രവേശിക്കുന്നൊരവസ്ഥാവിശേഷം അത് ഒന്നിച്ചു പറ്റില്ല എന്ന് തന്നെയാണ് ഈ തിരുവചനം പറയുക. ഇത് ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ജീവിത പങ്കാളിയാവാം, മക്കളാവാം, ആരാണെങ്കിലും ദൈവത്തെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്നേഹം അത് നന്മയല്ല എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനിയും നാലാമതായിട്ട് ഞാൻ കാണുന്നത് ഭൗതിക വസ്തുക്കളെല്ലാം ദൈവത്തിൻ്റെതാണ്. ഇത് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നതാണ്. സങ്കീർത്തനം 24:1 അച്ഛനൊന്ന് ഉദ്ധരിക്കുകയാണ്. സങ്കീർത്തനം 24:1 പറയുന്നു, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേതാണ്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേതാണ് എന്നാണ് സങ്കീർത്തനം പറയുക 24:1. സങ്കീർത്തനം 50:10-12 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ്. കർത്താവിൻ്റെ വാക്കുകളായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുക. അതെല്ലാം എൻ്റേതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ഭൗതിക വസ്തുക്കളെല്ലാം ദൈവത്തിൻ്റേതാണ് എന്ന മനോഭാവം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ദൈവം അത് സൂക്ഷിക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വിധത്തിലാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ വെറും കാര്യസ്ഥന്മാർ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഭൗതിക വസ്തുക്കൾ വളരെയേറെ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നെ കേൾക്കുന്നവരിൽ എല്ലാ വിധത്തിലുള്ളവരുണ്ട്. വളരെയേറെ ഭൗതിക വസ്തുക്കളെ സമ്പത്തുള്ളവരുണ്ട്, വളരെ കുറവുള്ളവരുമുണ്ട്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. കാര്യസ്ഥന്മാരാണ്, അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് കൈകാര്യം ചെയ്യേണ്ടത് യജമാനൻ്റെ ഹിതമനുസരിച്ചാണ്. ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്, ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ഇടവകയിൽ, അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന അവസരത്തിൽ അവിടെ ഒരു സാറ് നോർത്തിലാണ് തൻ്റെ ബിസിനസ് എല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അവധിക്കാലത്ത് അദ്ദേഹം നാട്ടിൽ വരും. നാട്ടിൽ വരുന്ന അവസരത്തിൽ ധാരാളം ആളുകൾ, അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമാരും എല്ലാം അദ്ദേഹത്തെ സമീപിക്കും. പല പല സഹായങ്ങൾക്കായിട്ടാണ്. അച്ഛന്മാർ പള്ളി പണിക്കായിരിക്കും, സിസ്റ്റേഴ്സ് മഠത്തിൻ്റെ വികസനത്തിനായിരിക്കും, ആളുകൾ വീട് പണിയാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. ആരെയും നിരാശപ്പെടുത്താറില്ല. കാര്യം ജനുവിനാണ് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം സഹായം കൊടുക്കും. നിസ്സാരമല്ല കൊടുക്കുന്നത്, ലക്ഷങ്ങളാണ് കൊടുക്കുക. എനിക്കൊരു ദിവസം ഈ ഇടവക്കാരനാണല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ച് എൻ്റെ മുറിക്കകത്തിരുത്തി കഥയൊക്കെ അടച്ചു, ആരും കേൾക്കാതെ. ഞാൻ ചോദിച്ചു, സാറേ, നനയുന്നിടത്ത് തന്നെ പിന്നെയും പിന്നെയും കുഴിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് നമുക്കറിയാം, ഒരു ഫ്രേസാണ്. സാറിൻ്റെ ആ നന്മയെ അവർ മുതലെടുക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. ഉടനെ സാറ് എന്നോട് ചോദിച്ചു, എന്നാ സാർ? അല്ല, സാറിനോട് ഇങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഉടനെ സാറ് പറയുകയാണ്, അച്ഛാ, ആരൊക്കെ ചോദിച്ചാലും ഞാൻ കൊടുക്കും. കാരണം ഞാൻ ഇവിടെ വരുമ്പോൾ 1 ലക്ഷമേ കൊടുത്തു തീർത്തുള്ളെങ്കിൽ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് ദൈവം 5 ലക്ഷം തരും. ഞാനിവിടെ വരുമ്പോൾ 5 ലക്ഷം കൊടുത്തു തീർത്താൽ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ദൈവം എനിക്ക് 50 ലക്ഷം തരും. അപ്പോൾ ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അച്ഛാ? എല്ലാം ദൈവം തന്നതല്ലേ, എൻ്റെതല്ലല്ലോ ഇത്. അതുകൊണ്ട് ഞാൻ കൊടുക്കും അച്ഛാ എന്ന് അയാൾ പറഞ്ഞത് ഞാനിപ്പോഴും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുവരുന്ന ചിന്ത മറ്റൊന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റേതാണ്. ഭൗതിക വസ്തുക്കളെല്ലാം ദൈവത്തിൻ്റേതാണെങ്കിൽ ഒരിക്കലും അതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേതാണെന്ന ചിന്ത
നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കട്ടെ. അഞ്ചാമതായി, വസ്തുക്കളെക്കാൾ പ്രധാനപ്പെട്ടവരാണ് വ്യക്തികൾ. നമുക്കറിയാം അല്ലേ, ഇൻഡിവിജ്വൽസ്, നമ്മുടെ ഓരോ വ്യക്തിയുമാണ് ഒരു സാധനത്തെക്കാൾ പ്രധാനപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വ്യക്തികൾ വെറും സാധനങ്ങളായി കണ്ട് ശേഖരിച്ചു വയ്ക്കുന്ന ധനം തെറ്റാണ്. എങ്ങനെയെങ്കിലും, ആരെ പറ്റിച്ചാണെങ്കിലും, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്ന ചിന്തയിൽ പോകുന്ന ധാരാളം ആളുകളെ കാണുന്നുണ്ട്. എന്നോട് പിണങ്ങരുതാരും. പലപ്പോഴും നമ്മൾ അജപാലന ശുശ്രൂഷയിൽ വ്യാപരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ആർക്കൊക്കെ സംഭവിച്ചാലും കൊള്ളാം, എനിക്ക് പണം ശേഖരിക്കണം, എനിക്ക് സമ്പത്തുണ്ടാക്കണം, അതിനുവേണ്ടി തത്രപ്പെടുന്ന മനുഷ്യർ ധാരാളമുണ്ട്. വ്യക്തിവികാരങ്ങളെ മാനിക്കാതെ അധാർമികമായി ശേഖരിക്കുന്ന ധനം ശരിയല്ല. അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ വ്യക്തികളാണ് പ്രധാനപ്പെട്ടത്. പണം വേണ്ടെന്നോ പണം മോശമാണെന്നോ ഒന്നും അച്ഛന് പറയാനില്ല. പക്ഷേ വ്യക്തിത്വത്തെ മാനിക്കാതെ, അവരുടെ വികാരങ്ങളെ മാനിക്കാതെ ഞാൻ പണം സമ്പാദിക്കുമ്പോൾ അത് തീർച്ചയായും ദൈവത്തിന് മുമ്പാകെ തെറ്റാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ. ആറാമത്, ധനമൊരു കുറഞ്ഞ നന്മയായി കരുതണം. ധനം തിന്മയാണെന്ന് പറയുന്നില്ല, തിന്മയിലേക്ക് നയിക്കാം എന്നാണ് വചനം പറയുന്നത്. എല്ലാവർക്കും അറിയാം, 1 തിമോത്തി 6:10. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത് എന്താണ്? ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്നാണ് പറയുന്നത്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാനമെന്ന് തിരുവചനം തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പം ധനം കൊണ്ട് എന്തും നേടാം എന്ന് കരുതുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു ഫ്രേസ് ഇല്ലേ, എന്താ വേണേലും പണം കൊടുത്താൽ മേടിക്കുക, ഇങ്ങനെ ചിലർ പറയാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ധനം സമ്പാദിക്കുന്നത് തിന്മയല്ല, എന്നാൽ അത് വലിയ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ദൈവം അവൻ എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഉപയോഗിക്കാൻ അവന് കഴിയണം. ധനം സമ്പാദിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിൽ 10,000 രൂപയുള്ളെങ്കിൽ ഞാൻ ആ 10,000 രൂപയുടെ കണക്ക് കൊടുത്താൽ മതി ഇവിടെ തമ്പുരാൻ്റെ മുമ്പിൽ. എൻ്റെ കയ്യിൽ 1 കോടി രൂപയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ അതിനുള്ള കണക്ക് കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അവിടെ പണം വേണ്ടെന്നല്ല, വീണ്ടും ഞാൻ പറയുകയാണ്, പണമാവാം, പക്ഷെ അത് ദൈവഹിതമനുസരിച്ച് വിനിയോഗിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുത്തേ തീരൂ. അതെനിക്ക് നന്മയായി ഭവിക്കുകയില്ല, ആ പണം എന്നെ രക്ഷിക്കുകയില്ല എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഏഴാമത്, എങ്ങനെ ഒരുവൻ ധനം സമ്പാദിച്ചുവെന്നത് പ്രധാനപ്പെട്ടതാണ്. ഈശോയ്ക്ക് ഉതകും വിധമോ അല്ലാതെയോ എന്ന് പ്രധാനപ്പെട്ടതാണ്. ധനം സമ്പാദിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിലും എങ്ങനെ സമ്പാദിച്ചു, ഏത് വിധേനയാണ് ഇത് സമ്പാദിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കർത്താവ് അവിടെയാണ് നോക്കുന്നത്. അവൻ എങ്ങനെ, ക്വാളിറ്റി കർത്താവ് നോക്കുമെന്ന് പറയുന്ന പോലെ കിട്ടിയ ക്വാണ്ടിറ്റി അല്ല, ഇതെങ്ങനെ, ഏത് രീതിയിലാണ് ഇവൻ സമ്പാദിച്ചത് എന്നത് കർത്താവിൻ്റെ മുമ്പിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അന്യായമായ രീതിയിൽ, ഈശോയ്ക്ക് ഉതകാത്ത രീതിയിൽ നമ്മൾ ധനം സമ്പാദിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കണമെന്നും ഈ ചെറിയ വചനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. എട്ടാമത്, സത്യസന്ധതയും അഭിമാനവും കളഞ്ഞു കുളിച്ച് ധനം സമ്പാദിക്കുക. ഉദാഹരണമായിട്ട് വളരെ കോമൺ ആയിട്ട് നടക്കും, നമുക്കറിയാം, കള്ളക്കച്ചവടം, കള്ളത്തൂക്കം. ഇയാൾ ആത്മാവിനെ നശിപ്പിച്ച് കീശ വീർപ്പിക്കുകയാണ്. അതൊരിക്കലും ശരിയല്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്നെ കേൾക്കുന്നവർ പറയും, എനിക്കറിയാം അച്ഛാ അതൊക്കെ വളരെ ചെറുതല്ലേ, ഇതിലൊക്കെ വളരെ കട്ടുകൂടിയ സാധനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. അഴിമതി, അതും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. റിയാലിറ്റി, യാഥാർത്ഥ്യബോധത്തോടെ ആണോ, അത് യാഥാർത്ഥ്യമാണോ എന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അതിലേക്കൊന്നും കൈകടത്തുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒക്കെ കീശ വീർപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇതിനെല്ലാം ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത്
നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 9, ബലഹീനനായ എതിരാളിയെ തകർത്തുകൊണ്ട് ചിലർ പണം സമ്പാദിക്കുന്നു. ഇവർക്ക് രാത്രി ഉറക്കം വരില്ല, ഇവർക്ക് ഉറങ്ങാൻ പറ്റുകയില്ല, കാരണം സ്വസ്ഥതയില്ല. അവരവരുടെ ശത്രുക്കളെ തകർത്തുകൊണ്ട് മുന്നേറുകയാണ്. ശരിയാണ്, അതിലൊരു രസമുണ്ട്, പണമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവൻ പാവപ്പെട്ടവനാണ്, അവന് ഒരുപക്ഷെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല, അവനതിനൊന്നും പോകുന്ന ആളല്ല. അത് ഞാൻ മുതലെടുത്തുകൊണ്ട് എൻ്റെ സമ്പത്ത് ശേഖരിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന് മുമ്പാകെ ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. 10, ഒരുവൻ്റെ പ്രധാന ചുമതലകൾ മറന്നുകൊണ്ട് അവൻ പണം സമ്പാദിച്ചാൽ അതും തെറ്റാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഭർത്താവ് ഭാര്യയോടോ കുട്ടികളോടോ ഉള്ള ചുമതലകൾ മറന്ന് പണത്തിനായി നെട്ടോട്ടം ഓടുന്നു, അത് വലിയ തെറ്റാണ്. അതാണ് ഞാൻ ഒരു ചുമതലകൾ മറന്നുകൊണ്ടുള്ള സമ്പത്ത് ശേഖരണം എന്ന് പറഞ്ഞതാണ്. തൻ്റെ ഭാര്യയുടെ കൂടെ ഇരിക്കാൻ സമയമില്ല, കുട്ടികളോടൊത്ത് ആയിരിക്കാൻ പറ്റുന്നില്ല, അവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പണം സമ്പാദിക്കണം. ഇപ്പോൾ ഒരു നീതീകരണമൊക്കെ പറയും, അച്ഛാ അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കിടന്ന് ഓടുന്നത്, അവരെ സ്നേഹിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയും. അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നീതീകരിക്കപ്പെടുന്നില്ല. അവൻ്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് പണം സമ്പാദിക്കുക. അല്ലെങ്കിൽ ഒരു ഭാര്യ പണം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചെന്ന് വിചാരിച്ച് കുടുംബത്തിലെ കടമകളൊക്കെ മറന്ന് എനിക്കെന്തുമാവാം പണമുണ്ടെങ്കിൽ എന്നുള്ള മട്ടിൽ പണം സമ്പാദിക്കുവാൻ വേണ്ടി നീങ്ങുമ്പോൾ ആ കുടുംബം തകരുകയില്ലേ? അപ്പോൾ അതും പ്രധാനപ്പെട്ടതാണ്. അവൻ്റെ ചുമതലകൾ മറന്നുകൊണ്ട് ഉള്ള ധനസമ്പാദനം അധാർമികമാണ്, തെറ്റാണ്. 11, ചിലർ തനിക്കുള്ള പണം ഉപയോഗിക്കുന്നില്ല, പിശുക്ക് കാണിച്ചു വെച്ചുകൊണ്ടിരിക്കും, ഒന്നിനും ഉപയോഗിക്കത്തില്ല, അതും നാശമാണ്. ഇതെല്ലാം ഈ വചനം നമുക്ക് വ്യക്തമാക്കി തരുന്ന ചിന്തകളാണ്. ചിലർക്ക് കിട്ടുന്ന പൈസ ഉപയോഗിക്കത്തില്ല, വളരെ മൈസേർലി ആയിട്ട് വളരെ പിശുക്കോടുകൂടി അതുപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. എല്ലാം ഇങ്ങനെ സമ്പത്ത് ശേഖരിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ അത് ഉപയോഗിക്കാതിരിക്കുന്ന അവസരം, ആവശ്യമുള്ളതിന് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ അങ്ങനെ അത് സൂക്ഷിച്ചു വെച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിനെ ആരാധിക്കുന്ന രീതിയിൽ അത് കണ്ട് സന്തോഷിക്കുക, ഇത്ര എനിക്കുണ്ടല്ലോ എന്നോർത്ത് എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക, ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥാവിശേഷവും തെറ്റു തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. 12, ഒരുവൻ തൻ്റെ ധനം സ്വാർത്ഥപരമായി മാത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം സിന്ദാബാദ്, എൻ്റെ കാര്യത്തിന് ഞാൻ ഉപയോഗിക്കും, വേറൊരാൾക്കിത് കൊടുക്കുന്ന പ്രശ്നമില്ല. കാര്യമൊക്കെ ശരി, നമ്മൾ ദശാംശത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, എങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. കർത്താവ് നമ്മുടെ കയ്യിൽ 10 രൂപ തന്നിട്ട് അതിൽ 1 രൂപ എനിക്ക് വേണ്ടി നീ മാറ്റണം എന്ന് കർത്താവ് പറയുന്നതാണ് ദശാംശം. അതൊന്നും മാറ്റാതെയും ഇനി ഒരു സത്പ്രവൃത്തിക്ക് ഉപയോഗിക്കാതെ എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന വ്യക്തികൾ, അതിന് ലക്ഷൂറിയസ് ആയിട്ടത് ചെയ്യും, അല്ലാത്തതിനൊന്നും ഉപയോഗിക്കത്തില്ല. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ പറയേണ്ട നാശത്തിലേക്ക് ചെന്നെത്തുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 13, ഒരുവൻ ധനം തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അത് വീണ്ടും അധാർമികമായ ഉപയോഗമാണ്. അപ്പോൾ നമുക്ക് ദൈവം തന്ന സമ്പത്താണ്, ഞാൻ പറഞ്ഞത് സമ്പത്ത് അതിൽ തന്നെ അധാർമികമല്ല. ആ സമ്പത്ത് നമ്മൾ സ്വീകരിച്ചിട്ട് അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് എന്ന് അച്ഛൻ പറയേണ്ടതില്ലല്ലോ. അതിനകത്ത് മദ്യപാനം വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. മദ്യപിക്കുന്ന വ്യക്തികളുണ്ട്, അവർ പറയുന്നത് എന്താ, എൻ്റെ പൈസയാണ്, ഞാൻ ഇഷ്ടം പോലെ ഉപയോഗിക്കും, നീ പോടാവുകയെ, ആർക്കാ അതിന് ചോദിക്കാൻ അവകാശം എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അത് നമുക്കറിയാം പാപം ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇനി അതുപോലെ നമുക്കറിയാം മറ്റു ചില തിന്മകളൊക്കെ കടന്നു വരും. അത് മാത്രമല്ല
ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ അധാർമികമായ വഴികൾ, ഉദാഹരണമായിട്ട് ലൈംഗികമായിട്ടുള്ള തിന്മകൾ, അല്ലെങ്കിൽ ആ തലങ്ങളല്ല മറ്റ് രീതികളായിട്ടുള്ള മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക, കേസുകൾ കളിച്ച് ഇഷ്ടംപോലെ പണം നശിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഗൗരവമായ തെറ്റുകൾ തന്നെയാണ്. അപ്പം തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പണവും വളരെ ഗൗരവമായ തെറ്റ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 14, ഒരുവൻ ധനം സ്വന്തം സ്വതന്ത്രമായ നിലനിൽപ്പിനും മറ്റുള്ളവരുടെ സന്തോഷത്തിനുമായി ഉപയോഗിക്കുന്നത് തികച്ചും നല്ലതാണ്. ഞാൻ പോസിറ്റീവ് സൈഡിലേക്ക് വന്നാലതാണ്. സ്വന്തം സ്വതന്ത്രമായ നിലനിൽപ്പിന് ഉപയോഗിക്കണം, കർത്താവ് ആഗ്രഹിക്കുന്നത്, അതിനാണ് അവന് കൊടുത്തത്. മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, മറ്റുള്ളവരുടെ സന്തോഷം ഉണ്ടാകാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം ഉണ്ടാകാൻ അത് ഉപയോഗിക്കുന്നത് ദൈവം എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്, അംഗീകരിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പസ്തോല പ്രവർത്തനം 20:35, അപ്പസ്തോല പ്രവർത്തനം 20:35 ഒന്ന് ശ്രദ്ധിക്കുക. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് പറയുകയാണ്, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 20:35 പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉദ്ധരിച്ചത്. അപ്പോൾ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് സ്വീകരിക്കണം, എന്നാൽ അതിനേക്കാളേറെ കൊടുക്കുവാനുള്ള താല്പര്യത്തോടു കൂടി, ആവശ്യമുള്ളിടത്ത് അത് കൊടുക്കുവാനുള്ള താല്പര്യത്തോടു കൂടി സമ്പത്തിനെ കാണുവാൻ നിങ്ങൾക്ക് കഴിയണം എന്നതാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. അവിടെ ഒരു വാക്യമേ ഉള്ളെങ്കിലും വളരെയേറെ ധന്യമാണ് ആ വാക്യമെന്ന് ഓർത്തിരിക്കുക. 2 യജമാനന്മാരെയും കൂടെ ഒരുമിച്ച് സേവിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന ചിന്തയിലൂടെ കർത്താവ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതാണ്. പ്രധാനമായിട്ടും ആ മാമോൻ എന്ന പദത്തിൽ നിന്നുമാണ് ഞാൻ പോയത്. ആ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അത് ധന്യമായിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് നൽകൽ, ഗിവിങ് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിന് നമുക്ക് കഴിയണം, അത് ശ്രേഷ്ഠമാണ്. നമുക്കറിയാം, സെൽഫ് ഗിവിങ്, അതാണല്ലോ ദൈവത്തിൻ്റെ സ്നേഹമായി യോഹന്നാൻ 3:16 അവതരിപ്പിച്ചത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ നൽകൽ നമ്മൾ ഏറ്റുവാങ്ങിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നൽകൽ നിരവധിയായിട്ട് നിറവിലുണ്ടാകുവാൻ ഇടയാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മുടെ സമ്പത്ത് ശരിയായി വിനിയോഗിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റുവാൻ കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ നിർത്താൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ചു പരിപാലിക്കുന്ന നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്ത് അങ്ങയുടെ കൃപയാണ്. ഞങ്ങൾ പൂർണ്ണമായ ബോധ്യത്തോടെ സ്വീകരിക്കുന്നു. എല്ലാ സമ്പത്തിൻ്റെ ഉടമ അങ്ങാണ്. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അത് ഉപയോഗിക്കുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അത് പങ്കുവെച്ചു കൊടുക്കുവാൻ ഉള്ള ഒരു നല്ല മനോഭാവം ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് നൽകണമേ. ഞങ്ങളെങ്ങനെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഭൗതിക ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ മുഴുകി നിത്യജീവിതത്തിലേക്കുള്ള പാത കണ്ടെത്താൻ കഴിയാതെ പോകുന്നവർക്കായി ആരോഗ്യമോ സമ്പത്തോ ഒന്നും ശാശ്വതമല്ലെന്ന തിരിച്ചറിവിൽ ഇഹലോക സമ്പാദ്യങ്ങളുടെ എല്ലാം അപ്പുറത്ത് സത്യത്തെ തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ ജീവിക്കുന്ന ചിലർ. അവരുടെ തിരിച്ചറിവുകൾ പ്രഘോഷിക്കപ്പെടുന്നു തങ്ങളുടെ ജീവിതത്തിലൂടെ, പ്രവൃത്തികളിലൂടെ. നിത്യജീവന്റെ പാത. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 നമ്മുടെ ശാലോം ടെലിവിഷനിൽ